സിഡിയം കാറ്റ്ലിയാനം എന്ന ചെറുമരത്തേലുണ്ടാവുന്ന ഒരു തരം ഫ്രൂട്ടാണ് നമ്മുടെ സ്ട്രോബെറി പേര. ഡാർക്ക് റെഡോ പർപ്പിൾ കളറിലോ ഉള്ള വളരെ ചെറിയ തരം പേരയ്ക്കയാണ് ഈ സ്ട്രോബെറി പേര. ഇതിന് സ്ട്രോബെറി പേര എന്ന് പേര് വന്നതിൻ്റെ കാരണം തന്നെ അതിൻ്റെ സൈസാവാം. സ്ട്രോബെറിയുടെ ഒരു സൈസിൽ ഈ പേരയ്ക്കേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, സ്ട്രോബെറിയുടെ ഒരു എസൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഉള്ള പേരയ്ക്കയാണ്. അത് മാത്രമല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. ഇതൊരു ബ്രസീലിയൻ ഫ്രൂട്ടാണ്. ആമസോൺ ബേസിൻസിൽ കണ്ടുവരുന്ന ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ കോമൺ പേരുകൾ എന്ന് പറയുകയാണെങ്കിൽ കാറ്റലീൻസ് ഗുവാവ, സ്ട്രോബെറി ഗുവാവ, പിന്നെ ചെറി ഗുവാവ എന്നീ പേരുകളിലൊക്കെ ഇത് ബേസിക്കലി അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ റെഡ് വെറൈറ്റിയാണ്. ഇത് കൂടാതെ തന്നെ ഒരു യെല്ലോ വെറൈറ്റി കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് വേരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് വൈറ്റമിൻ സി ഉള്ളത് കാരണം തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ബെനിഫിഷ്യലാണ്. സ്കാർവിക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് സ്കാർവി ട്രീറ്റ് ചെയ്യും. പിന്നെ മോണയ്ക്കൊക്കെ നല്ലതാണ്. റിച്ച് ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ബോൾ മൂവ്മെൻറ്റ്സ് റെഗുലറൈസ് ചെയ്യും. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും. പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ നല്ല റിലീഫ് ഉണ്ടാവും. പിന്നെ ഇത് ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഡിസെൻട്രിക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ പൊട്ടാഷ്യം കണ്ടൻറ്റ് ഉള്ളത് കാരണം തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും. വൈറ്റമിൻ എ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യും. കോപ്പർ കണ്ടൻറ്റ് ഉള്ള കാരണം തൈറോയിഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസും ഉള്ള കാരണം സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുമാത്രമല്ല, ക്യാൻസർ റിസ്ക് റെഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ഇത് മരുന്നിനൊന്നും പകരമല്ല, ഇതൊരു റെഗുലർ ഫുഡ് മാത്രമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി റെഡ് കളറിൽ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിനൊരു യെല്ലോ വെറൈറ്റി കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ എടുത്തേക്കുന്ന അത്യാവശ്യം നന്നായിട്ട് പഴുത്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്വീറ്റാണിത്. പിന്നെ പേരക്കയുടെ തന്നെ ഒരു ഇതാണ് തോന്നുന്നത്. ഈ പറഞ്ഞ മാതിരി തന്നെ സ്ട്രോബെറിയുടെ ഒരു ചെറിയൊരു ടിഞ്ചുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ഫ്ലഷാണ്. പേരക്കയുടെ പോലെ തന്നെ കായ്കളും ഇതിൻ്റെ അകത്തുണ്ട്. സ്കിൻ വളരെ തിന്നാണ്. അപ്പോൾ ഇനിയൊരു കമ്പാരിസൺ നോക്കാനായിട്ട് നമ്മളൊരു 3 പേരക്ക എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു റെഡ് വെറൈറ്റി, പിന്നെ ഒരെണ്ണം അത്ര പഴുക്കാത്തത്, പിന്നെ ഒരെണ്ണം വളരെ ചെറുത്, മീഡിയം ലെവലിൽ പഴുത്തത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞതിന് ചെറിയൊരു കയ്പും പുളിയുണ്ട്. പക്ഷെ നല്ല പഴുത്തതിന് നല്ല മധുരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.